നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു. താന്നാളൂർ ഹെൽത്ത് സെന്ററിൽ നിന്ന് തുടങ്ങിയ കൂട്ടനടത്തം താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് അവസാനിപ്പിച്ചു. കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തിരഞ്ഞെടുക്കാം എന്ന സന്ദേശത്തിലാണ് ജില്ലയിൽ ഈ വർഷം ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സിനി, വാർഡ് മെമ്പർ കെ ഫാത്തിമ ബീവി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി നിഗർ കാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, ഭരണസമിതി അംഗങ്ങൾ, ക്ലബ് അംഗങ്ങൾ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദേശ റാലിയുടെ ഭാഗമായി. വീട്ടിലെ പ്രസവം അവസാനിപ്പിക്കുക. മാതൃ നവജാത ശിശു ആരോഗ്യത്തോടുള്ള പ്രതിബദ്ധത ഓരോ സ്ത്രീക്കും ഗർഭകാലത്തും പ്രസവ സമയത്തും പ്രസവാനന്തര കാലഘട്ടത്തിലും മതിയായ ആരോഗ്യ സംരക്ഷണം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത, മാതൃ നവജാത ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിന് സമഗ്രമായ പ്രസവ പൂർവ്വ പരിചരണവും സുരക്ഷിതമായ പ്രസവ രീതികൾ, വീട്ടിലുള്ള പ്രസവം നിരുത്സാഹപ്പെടുത്തി ആശുപത്രി പ്രസവം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. പ്രസവത്തിനും നവജാത ശിശു പരിചരണത്തിനും സർക്കാർ ആശുപത്രികളിൽ സൗകര്യം ലഭ്യമായിരിക്കെ വീട്ടിൽ വെച്ച് പ്രസവമെടുക്കുന്നത് മാതാവിനും കുഞ്ഞിനും ഒരുപോലെ ജീവന് ഭീഷണിയാണ്. മെഡിക്കൽ യോഗ്യതയില്ലാത്തവർ താന്നാളൂർ പഞ്ചായത്ത് പരിധിയിൽ വന്ന് പ്രസവമെടുക്കുന്നതും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ അറിയിച്ചു. മഴക്കാല രോഗപ്രതിരോധത്തെക്കുറിച്ചും ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. TVN ന്യൂസ്, താന്നാളൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.